അങ്ങനെ 3 മാസത്തേക്ക് എന്റെ ലൈസൻസ് അങ്ങോട്ട് സസ്പെൻഡഡ് ആയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ ഈ ന്യൂസ് ദയവേത് ഇതിന്റെ താഴത്ത് റിപ്പോർട്ടർ ചാനലിനെയും മനോരമനെയും ആരും എല്ലാരും മെൻഷൻ ചെയ്യണം കേട്ടോ. ഹെലനോസ് പാത്ത എന്നറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ SR ധന്യയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. മദ്യപിച്ച് അപകടമുണ്ടാക്കുന്ന വിധം വാഹനം ഓടിച്ചാലാണ് നടപടി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫൈനലി ഹെലനോസ് പാത്ത എന്നറിയപ്പെടുന്ന SR ധന്യയുടെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദ് ചെയ്തിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം ഈ അടുത്തിടെ ഹെലനോസ് പാത്ത എന്നറിയപ്പെടുന്ന SR ധന്യ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിൽ കാസർഗോഡ് കുമ്പളയിൽ വെച്ച് പോലീസ് പിടികൂടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത അന്ന് വളരെയധികം പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് ഹെലനോസ് പാത്ത എന്ന് പറയുന്ന ധന്യയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഒരു കൊതിക്കിറിവ് അവിടെ തീർത്തതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസിൽ ഒരു പരസ്യം നൽകണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവ് വരും. അതിന് പകരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ സമീപിക്കുകയാണെങ്കിൽ നിസ്സാര തുകയ്ക്ക് ബ്രാൻഡ് കൊളാബുകൾ അവർ ചെയ്തു കൊടുക്കും. ഇതുകൊണ്ട് തന്നെ നമ്മുടെ പല മീഡിയാസിനും പരസ്യം നൽകുന്നത് പ്രമുഖ ബ്രാൻഡുകളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരോട് വളരെയധികം ദേഷ്യം നമ്മുടെ സംസ്ഥാനത്തെ മീഡിയാസിനുണ്ട്. ആ ഒരു ദേഷ്യമാണ് അന്ന് ഇവിടെ തീർത്തത്. അതാണ് യാഥാർത്ഥ്യം. എന്തായാലും തന്റെ ലൈസൻസ് സസ്പെൻഡ് ആയതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇന്നലെ ഹെലനോസ് പാത്ത തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസിനെല്ലാം ഒന്നടങ്കം ട്രോളിക്കൊണ്ടാണ് ഈ പറയുന്ന ഹെലനോസ് പാത്ത ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ആ ഒരു ട്രോള് പോലും മനസ്സിലാക്കാനുള്ള വിവരം ഇവർക്കില്ല. അല്ലെങ്കിൽ അതും ഒരു അലങ്കാരമാക്കി എടുത്തുകൊണ്ടാണ് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസ് ഇന്നലെ വാർത്തകൾ കൊടുത്തത്. എന്നാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹെലനോസ് പാത്ത തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവെച്ച വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പോയി ഗായ്സ്, പോയി എന്റെ ലൈസൻസ് പോയി. അങ്ങനെ 3 മാസത്തേക്ക് എന്റെ ലൈസൻസ് അങ്ങോട്ട് സസ്പെൻഡഡ് ആയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ ഈ ന്യൂസ് ദയവേത് ഇതിന്റെ താഴത്ത് റിപ്പോർട്ടർ ചാനലിനെയും മനോരമനെയും ആരും എല്ലാരും മെൻഷൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ സങ്കടമുള്ള ഏതെങ്കിലും ട്യൂൺ ഇട്ട് ഞാൻ കരയുന്ന പോലെയുള്ള AI ഒക്കെ ആക്കിയിട്ട് അത് ഇടണം. കാരണം നിങ്ങളുടെ കഴിഞ്ഞ പ്രൊമോഷൻ നല്ല പോലെ എനിക്ക് ഒരുപാട് ബ്രാൻഡുകൾ എന്നെ കൊളാബറേഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ എന്നെ ഐഫോൺ എങ്കിലും വിളിക്കണം. എനിക്കൊരു ഐപാഡ് എന്തായാലും അവർ തരണം, അല്ല മാക്ബുക്ക് തന്നാലും മതി. നിങ്ങൾ എന്തായാലും ഇത് ഇടണം. പിന്നെ പോലീസുകാരുടെ ഞാൻ ഇതിലേ പോയാലും എന്റെ വണ്ടി എയിലേ പോയാലും നിങ്ങൾ പോലീസുകാരെ വിളിച്ചു പറയണം. സംശയമുണ്ട് ഹെലനോസ് പാട്ടയാണോ ഓടിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം. ഇന്ന് ന്യൂസിൽ അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ പറയണം. കരഞ്ഞുകൊണ്ട് ഹെലനോസ് പാട്ട ഇട്ട വീഡിയോ ആണ് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഹെലനോസ് പാട്ടയുടെ ലൈസൻസ് സസ്പെൻഡ് ആയി എന്നാണ് ഇപ്പോ ന്യൂസ് കിട്ടിയിട്ടുള്ളത്. അരുൺ, എന്താണ് പറയാനുള്ളത് അരുൺ? അങ്ങനെയൊക്കെ ഇടണം കേട്ടാ. പോയി ഗൈസ്, എന്റെ ലൈസൻസ് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആരും നിങ്ങൾ മദ്യപിക്കേണ്ടതെന്നും ഞാൻ പറയില്ല. മദ്യപിച്ചോളൂ. മദ്യപിച്ച് വാഹനം ഓടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 4 ആൾ അറിയുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈസൻസ് പോയിരിക്കും. എന്റത് പോയി. അപ്പൊ ന്യൂസിന് എല്ലാരും മെൻഷൻ ചെയ്യണം കേട്ടോ. മെൻഷൻ ചെയ്ത് എല്ലാരും ഇനി എന്റെ വണ്ടി ഇതിലേ പോകുന്നു, ഞാൻ ആണോ ഓടിച്ചതെന്ന് സംശയം, എന്റെ വണ്ടി എവിടെ കണ്ടാലും ഇനി നിർത്തണം കേട്ടില്ലേ. 3 മാസത്തേക്ക് ഞാൻ സ്റ്റിയറിംഗിന് 3 മാസത്തേക്ക് സ്വപ്നങ്ങളിൽ മാത്രം. ശരിക്കും പറഞ്ഞാൽ തന്നെ ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയെയും തീവ്രവാദിയെയും ഒരേപോലെ കണക്കാക്കാമെന്ന് കോടതി ഉത്തരവുണ്ട്. അതായത് രണ്ടുപേരും സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവനും കൂടി അപകടത്തിലാക്കിക്കൊണ്ട് ഉള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന വ്യക്തിയെ തീവ്രവാദിയെ ഒരേ കാറ്റഗറിയിൽ പെടുത്താമെന്നാണ് കോടതി പോലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യരുത്. ഞാനും മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ വാഹനം ഓടിക്കാറില്ല എന്നേ ഉള്ളൂ. മദ്യപിക്കുന്നത് ഞാൻ ഒരു ബിയർ ആണെങ്കിൽ ബിയർ അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു രാത്രി 12 മണിക്ക് ശേഷമേ ഞാനത് കഴിക്കാറുള്ളൂ. അതുവരെ ഞാനത് ഉപയോഗിക്കില്ല. കാരണം മറ്റൊന്നുമല്ല, ഇൻ കേസ് എനിക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മൾ മദ്യപിച്ചിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പൂർണ്ണ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാനൊരു 10-12 മണി കഴിഞ്ഞ ശേഷമേ മദ്യപിക്കാറുള്ളൂ. അത് ഒരു ബിയറാണ് മാസത്തിൽ ഒരിക്കൽ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത് ഉപയോഗിക്കുന്നില്ല, ട്രീറ്റ്മെന്റ് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, മദ്യപിക്കുകയാണെങ്കിൽ കഴിവതും നിങ്ങൾ സാധനം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് മദ്യപിക്കുക.
അതല്ല വീട്ടിൽ വെച്ച് മദ്യപിക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും വെച്ച് മദ്യപിക്കുകയാണെങ്കിൽ കഴിവതും വാഹനം ഓടിക്കാതിരിക്കുക. എന്നാൽ ഈ ഒരു വീഡിയോ തങ്ങളെ എടുത്തിട്ട് ഹെൽനോസ്പാട്ട ഊക്കിയതാണെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ ചാനലിൽ വന്നിരിക്കുന്ന ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. ഹെലനോസ് പാർട്ട എന്നറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ എസ്ആർ ധന്യയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. മദ്യപിച്ച് അപകടമുണ്ടാക്കുന്ന വിധം വാഹനം ഓടിച്ചാലാണ് നടപടി. മോട്ടോർ വാഹന വകുപ്പിന്റെ 3 ദിവസത്തെ പരിശീലനത്തിലും ധന്യ പങ്കെടുക്കണം. പോയി ഗായ്സ്, പോയി, എന്റെ ലൈസൻസ് പോയി. അങ്ങനെ 3 മാസത്തേക്ക് എന്റെ ലൈസൻസ് അങ്ങോട്ട് സസ്പെൻഡ് ആയിരിക്കുകയാണ് ഗായ്സ്. രസകരമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും അന്ന് തന്നെ അതായത് ജൂലൈ 2-നാണ് അണങ്കൂരിൽ ടാറ്റ പഞ്ചുകാർ ദേശീയപാതയിൽ നിർത്തിയിട്ട സ്ഥിതിയിൽ പോലീസുകാർ കാണുന്നതും പരിശോധിക്കാനെത്തിയ പോലീസുകാരെ ഇതിന് തയ്യാറാകാതെ അമിത വേഗതയിൽ ഓടിച്ച് പോവുകയും ചെയ്തത്. തുടർന്ന് പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു പുലർച്ചെ 2 മണിയോടെ. ബന്ദിയോട് വച്ച് ഈ പോലീസ് കസ്റ്റഡിയിൽ വെക്കുന്നു. ധന്യ ഇത്തരത്തിൽ മദ്യലഹരിയിലാണെന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. തുടർന്ന് ധന്യ തന്നെ അത്തരത്തിൽ അത് സമ്മതിക്കുകയും ചെയ്തു. താൻ മദ്യപിച്ചിരുന്നു, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ധന്യ ആ വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ളതും വളരെ അന്ന് ആ രീതിയിൽ തന്നെ ചർച്ച ചെയ്തിരുന്നു. എന്തായാലും ഇതിനുശേഷം ഇപ്പോൾ ധന്യയുടെ ഡ്രൈവിംഗ് ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നുള്ള വിവരമാണ് പറയുന്നത്. അതും രസകരമായി തന്നെ ആണ് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ധന്യ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. എന്തായാലും 3 മാസത്തേക്ക് ഇത്തരത്തിൽ ഈ നടപടിയുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അതായത് മോട്ടോർ വാഹന എന്റെ പൊന്നോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഊക്കുവാണെന്നുള്ള ബോധം പോലും നിങ്ങൾക്കില്ലായിരുന്നു. കഴിഞ്ഞ അവിടെ നിങ്ങൾ ചെയ്ത ആ ഒറ്റ വാർത്ത കൊണ്ട് ആ കൊച്ചിനുണ്ടായ റീച്ച് അത്രത്തോളം വലുതാണ്. അത് വെച്ചുകൊണ്ടാണ് നിന്നെയൊക്കെ ട്രോൾ ചെയ്തത്. നിങ്ങൾ എന്താ കരുതിയത്? കഴിഞ്ഞ അവിടെ നിങ്ങൾ ആ ഒരു വാർത്ത ചെയ്തതോടുകൂടി തന്നെ ധന്യ എന്ന് പറയുന്ന ഹെൽനോസ്പാട്ട ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതെയാവുമെന്നാണോ? ഈ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് റീച്ചിനേക്കാളും ഏറ്റവും അധികം ആളുകൾ കാണുവാൻ ഇഷ്ടപ്പെടുന്നത് നെഗറ്റീവ് റീച്ചാണ്. നിങ്ങളൊരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് സത്യം പറഞ്ഞ ഹെൽനോസ്പാട്ട എന്ന് പറയുന്നത് ധന്യക്ക് ഉണ്ടാക്കി കൊടുത്തത്. അത് നിമിത്തം ആ കുട്ടിക്കുണ്ടായ ലാഭം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോഴും അതിന്റെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കാണാണ്ട് ആൾക്കാരുണ്ട്. അതിനെ കളിയാക്കിക്കൊണ്ട് കമന്റുകൾ ഇടാറുണ്ട് ആളുകൾ. പക്ഷേ അതിനുണ്ടായ ലാഭം എന്ന് പറയുന്നത് ധാരാളം ബ്രാൻഡ് പ്രൊമോഷൻസും മറ്റു കാര്യങ്ങളും കിട്ടി. അതിന് യൂട്യൂബ് ചാനലിൽ പതിവിൽ കൂടുതലുള്ള വ്യൂവേഴ്സ് കിട്ടി. ഇത്രത്തോളം ഉപകാരം ചെയ്ത് നിന്നെയൊക്കെ ശരിക്കും പറഞ്ഞ ആ കൊച്ചു ഊക്കിക്കൊന്നതാണ്. മനസ്സിലായോ? അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിനക്കൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എനിക്ക് ഹെൽനോസ്പാട്ടയോട് ഇപ്പോഴും പറയാനുള്ളത്, മദ്യപിച്ച് വാഹനം ഓടിക്കരുത് ഇനി, ദയവ് ചെയ്ത്. കാരണം നിങ്ങളുടെ ജീവനും മറ്റൊരാളുടെ ജീവനും അപകടത്തിൽപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ബൈ.